മൊഴി എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് കണ്ടിട്ട് രജനീകാന്ത് സാർ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? ഒരു 3/4 മണിക്കൂർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ആ സിനിമയിൽ എന്റെ അഭിനയത്തെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ആ പടത്തിലെ അഭിനയത്തിന് സരോജിന് നാഷണൽ അവാർഡ് ഉറപ്പാ. തമിഴിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് നിങ്ങളെ വിളിച്ചിങ്ങനെ അഭിനന്ദിച്ചു. മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ നിങ്ങളെ വിളിച്ചിങ്ങനെ അഭിനന്ദിച്ചിട്ടുണ്ടോ? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം, ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. എന്ന ചോദ്യത്തിന് ഞാനൊരു സത്യസന്ധമായ ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. ഇല്ല, അവരെന്നെ വളരെ മോശമായി പോയി. ഞാൻ പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് എന്നെ ഒരു ഫോണിൽ വിളിച്ചിട്ട് ഇന്നലെ നിന്റെ ആ സിനിമ കണ്ടു നന്നായിരുന്നു എന്ന് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. നീ ഇമോഷണൽ ആവരുത്. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? നല്ല വിഷമമായിടാ മോനെ. ആസിഫ് അലിയെ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ആസിഫ് അലിയെ വിളിച്ച് അഭിനന്ദിച്ചില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ആസിഫ് അലി അഭിനയിച്ച സിനിമകളിൽ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. ഭയങ്കര ചൂട്. കാരണം ആസിഫ് അലി അഭിനയിച്ച സിനിമകളിൽ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ.